ഹായ് ഫ്രണ്ട്സ്, പ്രായം വെയ്റ്റ് ട്രെയിനിങ്ങിന് ഒരു തടസ്സമാണോ? തീർച്ചയായിട്ടും അല്ല. 71 വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും വെയ്റ്റ് ട്രെയിനിങ് മുടങ്ങാതെ ചെയ്യുന്ന ഒരു സൂപ്പർ ലേഡിയുടെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. 71 വയസ്സ് എന്നുള്ളത് മാത്രമല്ല, ശരീരത്തിൽ മേജർ 4 സർജറി കഴിഞ്ഞിട്ടുള്ള ശരീരം, ക്യാൻസർ എന്ന മാരക അസുഖത്തിനെ അതിജീവിച്ച ഒരു പോരാളി അല്ലെങ്കിൽ ഒരു സൂപ്പർ ലേഡി എന്ന് തന്നെ പറയാം, മിസ്സിസ് ജോ എലിസബത്ത്. മിസ്സിസ് ജോ എലിസബത്തിന് 71 വയസ്സ് കഴിഞ്ഞു. മാത്രമല്ല, അവർ പ്രൊഫഷണലി ടീച്ചറായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയം സ്ട്രെയിൻ ചെയ്ത കാലുകളായിരുന്നു. വെരിക്കോസ് വെയിൻ ചെറിയ രീതികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഈ ഒരു പ്രായത്തിൽ ആ ഇഞ്ചുറിയുള്ള ശരീരം വെച്ച് നമുക്ക് ഒരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രെങ്തനിങ് ട്രെയിനിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് 62 days ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ജേണി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വെയ്റ്റ് ട്രെയിനിങ് പ്ലസ് ഒരു മൈൻഡ്ഫുൾ എക്സസൈസ്, യോഗയും കൂടിയിട്ടുള്ള ഒരു വർക്കൗട്ട് റൊട്ടീനാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജേണിയിൽ വെറും റെസിസ്റ്റൻസ് ബാൻഡ്സ് വെച്ചിട്ട് മാത്രമുള്ള വർക്കൗട്ടായിരുന്നു. ഇപ്പോൾ 62 days കംപ്ലീറ്റ് ആകുമ്പോൾ ഓൾമോസ്റ്റ് 2.5 kg നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 24.5 kg ലിഫ്റ്റ് ചെയ്യാൻ, ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ ജോ എലിസബത്ത് എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. അവരുടെ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടാൻ മറ്റൊന്നുമല്ല, കാരണം അവരുടെ കൺസിസ്റ്റൻസി ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 62 days ഉള്ളിൽ ആകെ 4 to 7 days മാത്രമാണ് അവർ മുടക്ക് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു 8 days ആണ് മാക്സിമം മുടക്ക് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനായിട്ട് വർക്കൗട്ട് ചെയ്ത് പോയത് കൊണ്ട് മാത്രം നമുക്കൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ പ്രായം ഒരിക്കലും തടസ്സമല്ല. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽത്ത് ക്ലബ്ബുകളിലേക്ക് പോകാൻ ഒരു ചെറിയ പുഷ് കൊടുത്തിട്ടെങ്കിലും അവരെ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്ത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അവർ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഹാപ്പി ആവുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ. That's it. Thank you. Namaste.